ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ കണ്ട സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ പ്രൈസ് തമ്മിലുള്ള ഒരു ഹെവി ഡിഫറൻസ് ഒരു മാർക്കറ്റ് എറർ അല്ല. പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സിസ്റ്റം, ലോ ലിക്വിഡിറ്റി ആൻഡ് ഡിഫറെൻറ്റ് മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിംഗ് എന്നിവയുടെ ഫലമാണ്. അടുത്ത കുറച്ച് ദിവസങ്ങളിലായി മാർക്കറ്റ് ഇതുമായി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും? നിങ്ങൾ ഡെലിവറി മോഡൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇത് ഒരു പുതിയ സംവിധാനത്തിൻ്റെ തുടക്കമാണ്. 3/15 ശേഷം ക്യാഷ് മാർക്കറ്റിലും ഫ്യൂച്ചർ മാർക്കറ്റിലും ഒരേ രീതിയിലല്ല ട്രേഡിംഗ് നടക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് FNO ട്രേഡേഴ്സിനെയാണ്. അതിനാൽ സ്ക്രീനിൽ കാണുന്ന ക്ലോസിംഗ് പ്രൈസ് നോക്കി ഒരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാതിരിക്കുക. ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ്, കോൺട്രാക്ട് നോട്ട്, ട്രേഡിംഗ് വോളിയം എന്നിവ കൂടി പരിശോധിക്കുക. ഇന്ന് ചില സ്റ്റോക്സിൽ ക്ലോസിംഗ് പ്രൈസ് ഉയർന്നത് കണ്ട് അതൊരു ബുള്ളിഷ് സിഗ്നലായി കണക്കാക്കരുത്. അടുത്ത കുറച്ച് ട്രേഡിംഗ് സെഷനിലും സ്ട്രെങ്ത് തുടരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഇന്ന് പ്രത്യേകിച്ച് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഏഷ്യർ മോട്ടോഴ്സ്, ഗ്രാസിം പോലുള്ള സ്റ്റോക്കുകളിൽ ഓപ്ഷൻ സമയത്ത് ബയേഴ്സ് കൂടുതലും സെല്ലേഴ്സ് കുറവുമായിരുന്നു. ഇത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ ഫ്യൂച്ചർ പ്രൈസ് സ്റ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്.